ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2-3 മാസം മുന്നേ നമ്മൾ ധോണി വാട്ടർഫോൾസ് കാണാൻ വന്നിട്ട് കാണാൻ പറ്റാതെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. മഴ കാരണം ക്ലോസ്ഡ് ആയിരുന്നു. സോ അതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഓണം കഴിഞ്ഞ് നമ്മളിത് നേരെ ധോണി വാട്ടർഫോൾസ് കാണാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എന്നുള്ളത് നമുക്ക് അകത്ത് പോയി കാണാം. ഓക്കെ, ജോയിൻ us. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ സെക്കൻഡ് ടൈം ധോണിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എത്തിയതിന് ശേഷം 1:30ക്കാണ് ബാച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കറക്റ്റ് 1:26 എത്തിയിട്ടുണ്ട്. 1:30 മുന്നേ എത്തി. ബട്ട് ഇവർ 4 പേരായിട്ടേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പാവം 2 കുട്ടികൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർ 2 പേര് മാത്രമേ ഉള്ളൂ. നമ്മളെ കിട്ടിയപ്പോൾ 4 പേര്. ഇനി ടിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ചോദിക്കാൻ പോയിരിക്കുകയാണ് ഒരാൾ. 1:30 ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോക്കായിരുന്നു. നോക്കട്ടെ, സാരില്ല, ടിക്കറ്റ് എടുക്കാൻ സാരൊന്നും അവിടെ നിൽക്കട്ടെ. ഇവർ 2 പേരും നമ്മൾ 2 പേരും. കുഞ്ചുവിനെ കൊണ്ടുവന്നിട്ടില്ല, കാരണം 4 കിലോമീറ്റേഴ്സ് അങ്ങോട്ടും 4 കിലോമീറ്റർ ഇങ്ങോട്ടും നടക്കാനുണ്ട്. ടോട്ടൽ 8 കിലോമീറ്റേഴ്സ് നടക്കണം. കുഞ്ചു വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ സന്ദർശന സമയം കേട്ടോ. ബാച്ച് രാവിലെ 10:30 കയറും, രണ്ടാമത്തെ ബാച്ച് 1:30. ഗൂഗിളിൽ 2:30 ഇട്ടിരിക്കുന്നത്, ബട്ട് അങ്ങനെയല്ല. ഒരാൾക്ക് 120 രൂപയാണ് കേട്ടോ. ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാട്ടാന വന്നിട്ടേ നമ്മുടെ കുങ്കിയാന ഉണ്ട് ഇവിടെ, അതിനെ കുത്തുന്നാണ് പറയുന്നത്. ഇവിടെ മൊത്തം ഫെൻസിങ്. നമ്മളിത് ഈ വീട്ടിലത്തെ ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, അതിനെ കടിച്ചു ലെപ്പേർഡെന്നാണ് പറയുന്നത്. എന്താ ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ. ഇത് ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. പുള്ളി ഇവിടുത്തെ കഥകളൊക്കെ പറഞ്ഞു തരാം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നടത്തം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ആനയുടെ കേജൊക്കെ ഉണ്ട്. പക്ഷെ ആനയിപ്പോൾ ഇവിടെ അല്ല കെട്ടിയിരിക്കുന്നത്. കുങ്കിയാന വേറെ എവിടെയോ കെട്ടിയിട്ടുണ്ടെന്നാണ്. നമ്മൾ 4 പേരുടെ ടീമാട്ടോ. ബാക്കിൽ ലെറ്റ്സ് ഗോ. ഏതവസ്ഥയിലാവും തിരിച്ചു വരുമ്പോൾ എന്നുള്ള അറിയില്ല. മഴ പെയ്താൽ പെട്ടു. പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂട് കൂടുതലാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നടന്നിട്ട് പോണത് കേട്ടോ. ട്രക്കിംഗ് എന്നൊക്കെ പറയാം. ജസ്റ്റ് ഈ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുക 4 കിലോമീറ്റർ. പക്ഷെ അറിയില്ല, അതെ ഇപ്പം തന്നെ കുറച്ച് കിതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിവിടെ തന്നെ ഉണ്ട്, എവിടേക്കും പോകത്തില്ല. എന്തിനു ചൂടെടുത്തിട്ട് കാലം എടുക്കും? ഒരു സുഖം, ഇതാണ് സുഖം. നമ്മൾ നടക്കുന്ന വഴിയുടെ സൈഡിലൊക്കെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ അരുവികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വെള്ളം വീണ സൗണ്ട് കേട്ട് നടക്കുമ്പോൾ തന്നെ ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. നടക്ക് ആവശ്യമില്ലായിരുന്നു. ഒരു കിലോമീറ്റർ ആയിട്ടുള്ളൂ, ഇനി 3 കിലോമീറ്റർ ബാക്കി. നമ്മുടെ മൂന്നാറിലെ നീലക്കുറിഞ്ഞിയൊക്കെ നിൽക്കണ പോലെ ഉണ്ടല്ലേ. അങ്ങനെ നമ്മൾ വിജയകരമായി 2 കിലോമീറ്റർ നടന്നെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി വെറും 2 കിലോമീറ്റർ മാത്രം.
നമുക്ക് പ്രത്യേകിച്ച് ഒരു അനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് മങ്കീസിനെ കണ്ടു, അല്ലാതെ വേറൊന്നും കണ്ടില്ല. ഇതാണ് ഗൈസ് ടാർസന്റെ വഴി. വെറും 750 മീറ്റേഴ്സും കൂടെ ഉള്ളൂ ഗൈസ് നമ്മുടെ വാട്ടർഫോൾസിലേക്ക് എത്താൻ. ആന കൊമ്പും കൊണ്ട് കുത്തി ഇറക്കിയ സ്ഥലം കണ്ടോ ഗൈസ്. നടന്ന് ക്ഷീണിച്ചു ഗൈസ്. 750 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നടന്ന് വീണ്ടും 1 കിലോമീറ്റർ ആവരെ. ചീവീടിൻ്റെ സൗണ്ട് കേൾക്കണം. At last നമ്മളെത്തി ഗൈസ്. എത്തി ഗൈസ്. ചെറിയൊരു കുടില് പോലെ ഇവിടെ ഇറങ്ങാൻ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പാട്ടോ. ഇതാണ് ധോണി വാട്ടർഫോൾ. We have reached ധോണി വാട്ടർഫോൾ. ഇവിടെ നിൽക്കാനേ പാടുള്ളൂ കേട്ടോ, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. നിറച്ച് മീനുണ്ട്, കുഞ്ഞു കുഞ്ഞു മീനുകൾ. വാവ്. ഞണ്ട് പോണു, കുഞ്ഞു ഞണ്ട്. വാട്ടർഫോൾസിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും പോവാട്ടോ. കുറച്ച് ദൂരം എന്തോ കാണാനുണ്ടെന്ന് പറഞ്ഞു. നമുക്കിനി അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. നൈസ് എക്സ്പീരിയൻസ്. അതെ, പക്ഷെ ഇവിടെ ഇതില്ല കണ്ടോട്ടോ. ആ, ആഴമില്ലല്ലോ. മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട് ഗൈസ്. വളരെ സാഹസികമായ വഴി കൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രണ്ടിൽ സാഹസികമായ വഴിയാണ്. ദുർഘടമായ വഴിയിലൂടെ നമ്മൾ നടന്നു വന്നത് ശരിക്കുള്ള വഴിയിലൂടെ, ഹെയർ പിൻ ബെൻഡ് പോലെയുള്ള വഴിയിലൂടെ കയറിയാണ് വന്നത്. പക്ഷേ ഇനി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഷോർട്ട് കട്ട് പോലെ നേരെ സ്റ്റീപ്പായിട്ടുള്ള വഴികളിലൂടെ നടക്കാമെന്നാണ് ഗൈഡ് പറയുന്നത്. സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ് ഗൈസ്. അതെ അല്ലേ? അതെ, മറ്റേതൊന്നും ഒരു രസമില്ല, ഇതാണ് സുഖം. ഈ വഴി നടന്ന് നമുക്ക് അവിടെ എത്തണം ഗൈസ്. ഇതിൻ്റെ മുകളിൽ ടിപ്പു സുൽത്താൻ്റെ ഫോട്ടോ ഉണ്ടെന്നായിരുന്നു പറയുന്നത്. ഇത് ടിപ്പു സുൽത്താൻ കിട്ടിയാൽ മതില്ലാത്ത. ഇനി ഫുള്ള് ഇറക്കാം കേട്ടോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല.
മറ്റേ ചീവീടിന്റെ സൗണ്ട് ഒന്നും ഇല്ല അല്ലേ? വൈകിട്ട് ഉണ്ടാവും. ആ ഓ ഓ അതെ, ഇപ്പൊ സൈലന്റ് ആയിട്ടുണ്ട് അല്ലേ? വേറെ ഒരു സൗണ്ടും ഇല്ല. അതെ ഓ ഓ അതെ. അത് ഇത്തിരി ഇറക്കമാണോ? ആ അപ്പൊ കറക്റ്റ് ആ വഴിക്ക് തന്നെ ഇറങ്ങാണ്. പള്ളിമ തൂങ്ങിയൊക്കെ വരണോ? പാറ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. കാലേ ചെറുതായിട്ട് ആട്ടമുണ്ട്, അത്രയുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊരു ഇളക്കം. അതായത് നമ്മൾ പോയത് സ്ട്രെയിറ്റ് ഇങ്ങനെ കല്ലും കട്ടയൊക്കെയുള്ള റോഡിലായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചിറങ്ങിയത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തിരിച്ചിറങ്ങിയത് പക്ഷെ ഇങ്ങനെയുള്ള വഴി കണ്ടോ, മുകളിലേക്ക്, കുത്തനെ മുകളിലേക്ക്. അപ്പോൾ നമ്മൾ ഹെയർ പെൻ ബെൻഡ് കൂടെ ഇങ്ങനെ ചുറ്റി കയറുന്നു. തിരിച്ചിറങ്ങുമ്പോൾ ഈ മുകളിലത്തെ കുന്ന് വഴി പിടിച്ച് താഴേക്ക് ഇറങ്ങുന്നു. അപ്പോൾ അതായിരുന്നു ശരിക്കത്തെ ട്രക്ക്. അതെനിക്കിഷ്ടപ്പെട്ടു. കാരണം എന്താ പറയുക, ഇങ്ങനെ ചുമ്മാ ഈ വഴിക്കൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സുഖമില്ല. പക്ഷെ ഞാൻ കാണിച്ചു തരാം, ഇതേപോലെ കുന്നിലേക്ക് ഇതെങ്ങനെ പിടിച്ച് മുകളിലേക്ക് കയറുമ്പോൾ ഒരു സുഖമില്ലേ. അപ്പോൾ അതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് കുറേ കാലമായിട്ട് ഇളകാത്ത മസിലൊക്കെ ഇളകിയോണ്ടേ കാലിനൊക്കെ ഒരു ആട്ടം. അവസാനം കാട്ടാനെ കണ്ടു, മതപ്പാട് ഇളകി നിൽക്കുന്ന കാട്ടാൻ. അങ്ങനെ കിട്ടിക്കാന്നുള്ളൂ. ഡ്യൂട്ടിക്ക് പോയി വന്ന കുങ്കി അഗസ്ത്യ കുങ്കി. അങ്ങനെ നമ്മൾ പുറത്തെത്തിട്ടോ. കുഴപ്പമൊന്നുമില്ല, റിഫ്രഷിങ് ആയിരുന്നു. ഇന്ന് പോയി കിടക്കുന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ, അപ്പോൾ ഉറങ്ങിപ്പോകും. അതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെ രാത്രി വരും അല്ലേ? അതുവരെ നമ്മൾ പോയിട്ടോ ഏറ്റവും മുകളിൽ. ബൈ ധോണി വാട്ടർഫോൾസ്. ബൈഡാ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. സക്സസ്ഫുള്ളി നടന്ന് മതിയായി. ബട്ട് ഒരു എന്താ പറയുക, ഒരു റിഫ്രഷ്മെന്റ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം നടക്കില്ല, അങ്ങനെയുള്ള നടക്കുന്ന സമയത്ത് വയ്യായ ഉണ്ടായെന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല, ദൈവം സഹായിച്ചു. അടിപൊളിയാണ് കേട്ടോ. വഹിക്കുന്നവരെന്തായാലും പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഹൈലി റെക്കമെൻഡ്. കാരണം നടക്കുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടെങ്കിലും നല്ലൊരു ഇതാട്ടോ, പോയി കണ്ടുവരുമ്പോൾ നല്ല രസമുണ്ട്, അടിപൊളിയാണ്. പിന്നെ കാണണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കമൻ്റ് ഇടാനും മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.